ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ കുഞ്ഞു വ്ളോഗ്സ്. ഫസ്റ്റ് റമദാനൊക്കെ എടുത്ത ചിക്കൻ സമൂസയുടെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. അതിനാവശ്യമായ വലിയൊരു ഉരുളൻകിഴങ്ങ് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചിക്കൻ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ട് അതോട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ അതിനാവശ്യമായ മഞ്ഞൾപ്പൊടി, അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. 2-3 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ലൈക്കും കമൻറ്റും ഷെയറൊക്കെ എല്ലാവരും മറക്കാതെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് നമ്മളതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള മസാല റെഡിയാക്കേണ്ടതുണ്ട്. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അല്പം അധികം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഒരല്പം പെരുംജീരകം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വലിയ ഉള്ളി ഇവിടെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സവാളക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ കറിവേപ്പില 2 കറിവേപ്പില ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതോടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അല്പം അതിനാവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് നമ്മൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരല്പം നേരം നമുക്ക് സവാള ഒന്ന് വഴച്ച് കിട്ടുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ ചിക്കനും ഉരുളൻകിഴങ്ങും ഇവിടെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതൊന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഉരുളൻകിഴങ്ങ് നമുക്ക് ഉടച്ചെടുക്കണം. സ്പൂൺ വെച്ചിട്ട് നമുക്കതൊന്ന് ഉടച്ചെടുക്കാം. ചിക്കൻ നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം സവാള ഇവിടെ വാടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉരുളൻകിഴങ്ങും ചിക്കൻ ക്രഷ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് വേണ്ട സ്പൈസസ് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ചിക്കൻ മസാല നമുക്ക് അതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത്, അതിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം നമ്മൾ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അല്പം മല്ലിയില കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് സമൂസ രീതിയിലൊന്ന് മടക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരു മൈദയുടെ ഒരു ചെറിയൊരു ഡോ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൂടെ വെച്ചിട്ട് നമുക്ക് അതൊന്ന് സമൂസ പോലെ നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. ഏകദേശം സമൂസ പോലെയൊക്കെ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യണ വീഡിയോ ഇതിലൊന്ന് കട്ടായി പോയിട്ടുണ്ട്, എല്ലാവർക്കും സോറി. പിന്നെ അതുപോലെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, താങ്ക് യു.